പണ്ട് മുംബൈ നഗരത്തിന്റെ തിരക്കേറിയ തെരുവിൽ ഭരത് ജെയിൻ എന്നൊരു യാചകൻ ഉണ്ടായിരുന്നു. മറ്റുള്ള യാചകരെ പോലെ ദുരിതമായ ഒരു ബാല്യമായിരുന്നു ഭരത്തിന്. കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് തെരുവിൽ അവൻ വിശന്നു വലഞ്ഞു. അന്നത്തെ കഷ്ടപ്പാടുകൾ അവനെ ഭിക്ഷ എടുക്കുന്നതിലേക്ക് നയിച്ചു. അന്നു മുതൽ നഗരത്തിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലും മറ്റും അവൻ കാരുണ്യത്തിനായി കൈനീട്ടി. കാലം കടന്നുപോയി. ഭരത് തെരുവിൽ ഭിക്ഷയാചിച്ചു. വെയിലത്തും മഴയത്തും അവൻ തന്റെ തൊഴിൽ തുടർന്നു. ആളുകൾ നൽകുന്ന ചില്ലറ തുട്ടുകൾ അവൻ മിച്ചം പിടിച്ചു. ഓരോ രൂപയും സൂക്ഷിച്ചു വെച്ച് ഒരു നാൾ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു അത്ഭുതം സംഭവിച്ചു. ഭരത് ഒരു കോടീശ്വരനായി വളർന്നു. അതെ, കേട്ടത് സത്യമാണ്. ഭിക്ഷ യാചിച്ച് ഭരത് 7.5 കോടി രൂപയുടെ ആസ്തി സമ്പാദിച്ചു. മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 1.5 കോടിയുടെ 2 ഫ്ളാറ്റുകൾ സ്വന്തമാക്കി. തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ താനെയിൽ 2 കടമുറികൾ വാങ്ങി. അതിൽ നിന്ന് പ്രതിമാസം 30,000-ഓളം രൂപ വാടക ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു, നല്ല വിദ്യാഭ്യാസം നേടുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബം സ്വന്തമായി ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം നേടുന്നുമുണ്ട്. ഒരു യാചകനായിരുന്നിട്ടും ഭരത് ബുദ്ധിമാനായ ബിസിനസ്സുകാരനെ പോലെ തന്റെ പണം ശ്രദ്ധയോടെ നിക്ഷേപിച്ചു. കിട്ടുന്ന പൈസ വെറുതെ കളയാതെ ഭാവിയിൽ ഗുണകരമാകുന്ന കാര്യങ്ങളിൽ അദ്ദേഹം നിക്ഷേപം നടത്തി. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. ഇത്രയധികം സമ്പാദ്യമുണ്ടായിട്ടും ഭരത് ഇപ്പോഴും ഭിക്ഷാടനം തുടരുന്നു. പലരും എതിർത്തിട്ടും അദ്ദേഹം തന്റെ പതിവ് തെറ്റിച്ചില്ല. എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, ഇത് ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഭരത് പറയുന്നത്. തനിക്ക് കൂടുതൽ പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കിട്ടുന്നതിൽ നിന്ന് തന്നാൽ കഴിയുന്നത്ര പാവപ്പെട്ടവരെയും ക്ഷേത്രങ്ങളെയും സഹായിക്കുന്നുണ്ട് എന്നും ഭരത് കൂട്ടിച്ചേർത്തു. ഭരത്തിനെ സംബന്ധിച്ച് ഭിക്ഷ എടുക്കുക എന്നത് വെറുമൊരു തൊഴിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിത രീതിയായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് ഒരു മെന്റൽ ഹാപ്പിനെസ് നൽകുന്നുണ്ടാക്കാം. അദ്ദേഹത്തിന്റെ ലൈഫ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിധിയെ തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അതിനുള്ള വഴികൾ എപ്പോഴും ഉണ്ടാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ.